വാർത്തകളുടെ ലോകം സംഭവബഹുലമാണ്. എപ്പോഴും വലിയൊരു പൂരം പോലെയാണ് മിക്കപ്പോഴും വാർത്തകൾ. ആ തിരക്കിൽ നമുക്ക് പലപ്പോഴും ദിശ തെറ്റും, നമ്മൾ അലഞ്ഞുതിരിയും. വ്യക്തമായ ഫോക്കസ് ഇല്ലാതെ എവിടെയാണ് തിരയേണ്ടതെന്നറിയാതെ നമ്മൾ അലഞ്ഞുതിരിയും. ഇത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ 10-20 വർഷത്തോളം മാധ്യമപ്രവർത്തന മേഖലയിൽ പരിചയമുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും ആളുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ഒരു ഫീഡ്ബാക്കാണ്. പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് വാർത്തകളുടെ ഒരു വലിയ പ്രളയം നമുക്ക് ചുറ്റും എപ്പോഴും രൂപപ്പെടുന്നുണ്ട്. ആ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് ഫോക്കസ്ഡായ, ടാർഗറ്റഡായ, നമുക്ക് വേണ്ടുന്ന വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം കൊടുക്കാൻ സാധിക്കുമോ എന്ന ആലോചനയിൽ നിന്ന് പിറന്ന ഒരു സംരംഭത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. വാർത്ത എന്ന പേരിൽ തന്നെ, വാർത്ത എന്നല്ലാതെ മറ്റെന്ത് പേര് സ്വീകരിക്കും, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ രൂപീകരിക്കുമ്പോൾ എന്ന് ഞങ്ങൾ പലവട്ടം ആലോചിച്ചു. അതുകൊണ്ട് വാർത്ത എന്ന പേരിൽ തന്നെ ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരവുമായി, ഒരു വാർത്താ ആപ്ലിക്കേഷനുമായി എത്തുകയാണ്. എന്താണ് വാർത്ത ലക്ഷ്യമാക്കുന്നത്? ഇത്രയധികം വാർത്താ മാധ്യമങ്ങളുള്ള ഒരു ലോകത്ത്, ഒരു കേരളം പോലൊരു സ്ഥലത്ത് വാർത്ത എന്താണ് ലക്ഷ്യമാക്കുന്നത്? വാർത്ത ലക്ഷ്യമാക്കുന്നത് ടാർഗറ്റഡായ, ഫോക്കസ്ഡായ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഒരു അർത്ഥപൂർണമായ വാർത്താ ഇടപെടൽ എന്നതാണ്. നിഷ്പക്ഷമായ വാർത്താ തെരഞ്ഞെടുക്കലുകളും പക്വതയോടുകൂടിയുള്ള അതിന്റെ അവതരണവുമായിരിക്കും വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന്. ഞങ്ങൾ ആർക്കും വിധേയപ്പെടുന്നില്ല. ഞങ്ങളുടെ വിധേയത്വം വാർത്തയോട് മാത്രമാണ്, വാർത്തയുടെ വായനക്കാരോടും പ്രേക്ഷകരോടും മാത്രമാണ്. വസ്തുതകൾ അറിയിക്കുക എന്നതാണ് ലക്ഷ്യം, വിവരങ്ങൾ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ വിഷൻ. അപ്പോ ആ ലക്ഷ്യത്തിനും വിഷനും അനുസരിച്ചുള്ള സാങ്കേതിക വിദ്യയുടെ കരുത്തും വാർത്ത ഇതിനൊപ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും നല്ല ഉപയോഗം വാർത്തയുടെ ലോകത്ത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കും ഞങ്ങളുടെ വാർത്ത എന്ന ആപ്ലിക്കേഷൻ. സാങ്കേതിക വിദ്യയുടെ കരുത്തിന്റെയും എഡിറ്റോറിയൽ നയത്തിന്റെയും കാര്യം പറഞ്ഞു. ഇനി നിങ്ങളുടെ പക്ഷത്തു നിന്ന് ആലോചിക്കുമ്പോൾ, പ്രേക്ഷകരുടെയും വായനക്കാരുടെയും പക്ഷത്തു നിന്ന് ആലോചിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉറപ്പു തരാനുണ്ട്. ഒന്ന്, നിങ്ങൾ ചെലവാക്കുന്ന സമയത്തിന്, വാർത്തയിൽ ചെലവാക്കുന്ന സമയത്തിന് ആനുപാതികമായ ഒരു വാല്യൂ, മൂല്യം തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും വാർത്താ ആപ്ലിക്കേഷൻ എന്ന ഉറപ്പാണത്. മലയാളത്തിന്റെ വാർത്താ വിസ്മയം, വാർത്ത എത്തുന്നു.